ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വീട്ടിലെ പ്രസവങ്ങളും അതിനോടനുബന്ധിച്ചുള്ള മാതൃ ശിശുമരണങ്ങളും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് IMA ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം സംസ്ഥാനത്ത് 2931 പ്രസവങ്ങൾ വീട്ടിലാണ് നടന്നത്. ഇതിൽ 1337 പ്രസവങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രമാണെന്ന് കണക്കുകൾ പറയുന്നു. 2023-24 വർഷത്തിൽ മാത്രം ജില്ലയിൽ 523 പ്രസവങ്ങൾ വീട്ടിൽ യാതൊരു സജ്ജീകരണവുമില്ലാതെ നടന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഗാർഹിക പ്രസവങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് വലിയ ഭീഷണി ഉയർത്തുമെന്നും IMA ഭാരവാഹികൾ പറഞ്ഞു. വിഷയത്തിൽ ആരോഗ്യവകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ പറയുന്നു കുഞ്ഞോമന പിറക്കേണ്ടത് സുരക്ഷിതമായ കൈകളില്, സുരക്ഷിതമായ സാഹചര്യത്തില്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വരേണ്ട ഒരു സമൂഹത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നിവിടെ സംഭവിക്കുന്നത് കുറച്ച് ആളുകളുടെ വളരെ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ അവർ ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ അക്യുപഞ്ചറിന്റെ ബലത്തിലോ, നിങ്ങളൊരു അക്യുപഞ്ചർ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ, അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ആയുർവേദം ഹോമിയോ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ പേഷ്യൻസ് ആയിട്ട് ഒരുപാട് ആയുർവേദ ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അവരങ്ങനത്തെ കാര്യങ്ങൾ പ്രസവത്തിന് എന്തുകൊണ്ട് അലോപ്പതിക്കാരെ അടുത്ത് വരുന്നു. അപ്പൊ ഞാൻ അവരോട് ഫ്രാങ്കായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അവരൊരിക്കലും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ചില സംഭവിക്കാവുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഡോക്ടർമാരൊന്നും കൈകാര്യം. എനിക്ക് തോന്നുന്നു ഇവിടെ ഡോക്ടർമാരല്ല പ്രശ്നം. ഇത് ഈ ഒരു പേരും പറഞ്ഞിട്ട് കുറെ ആളുകൾ വരുന്നുണ്ട്. അത് മതത്തിന്റെ ആണെങ്കിലോ എന്തിന്റെ ആണെങ്കിലോ അറിയില്ല. ഇത് ശരിക്കും നമുക്ക് ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഇതിനെതിരെ ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പുണ്ടാവും. അതോടൊപ്പം ഗവൺമെന്റും. അതിലേറെ എനിക്ക് പറയാനുള്ളത് പബ്ലിക്കിന് ഒരു റോളുണ്ട്. നിങ്ങൾക്കാണ് മാക്സിമം ഇത് കാര്യങ്ങൾ ഇവരെ അവയറാക്കി കൊണ്ടുവരാൻ പറ്റുക. പബ്ലിക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥകൾ മാറ്റാൻ പറ്റും. ഡോക്ടർ പരീദ്, ഡോക്ടർ കൊച്ചു എസ് മണി, ഡോക്ടർ VU സീതി, ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, ഡോക്ടർ ആനന്ദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.